സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ലൂർദ് മാതാവും അനിലിനെ പറ്റിച്ച കൃപാസന മാതാവും. തൃശ്ശൂർ എടുക്കുവാൻ കൈയയച്ച് സഹായിച്ച ലൂർദ് മാതാവിന് സ്വർണ്ണക്കൊന്തയും പൂമാലയും സമ്മാനിച്ച് സുരേഷ് ഗോപി. സ്വർണ്ണക്കൊന്ത വെറുതെ കൊണ്ടിട്ട് പോവുകയായിരുന്നില്ല. നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന കിടുക്കാച്ച ഒരു പാട്ടും പാടി സുരേഷ് ഗോപി. പാടിയത് തൃശ്ശൂർ പൊക്കിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആയതുകൊണ്ട് പാട്ട് കേട്ടവർ അസാധ്യം, അമേസിംഗ് സിംഗിങ്, വൗ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ചിന്നത്, ഇതിലും വലുത് ഇറക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന മട്ടിൽ സുരേഷ് ഗോപിയും ചിരിച്ചു തള്ളി. ദാ ആ പാട്ടൊന്ന് കണ്ടു. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. നന്ദിയാൽ പാടുന്നു ദൈവമേ, അൻപാർന്ന നിൻ ത്യാഗമോർക്കുന്നു. വിജയത്തിനുള്ള നന്ദി ഹൃദയത്തിലാണെന്നും അത് ഉൽപ്പന്നങ്ങളിലല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഉടനെ തന്നെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന സ്വർണ്ണക്കൊന്ത ലൂർദ് മാതാവിൻ്റെ കഴുത്തിലണിഞ്ഞു. മുമ്പും ഇതുപോലൊരു ഉൽപ്പന്നം കിരീടത്തിൻ്റെ രൂപത്തിൽ മാതാവിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് തറയിൽ വീഴുകയും അത് പള്ളി കമ്മിറ്റിക്കാർ കൊണ്ട് ഉരച്ചു നോക്കിയപ്പോൾ മുക്കാണെന്ന് തെളിയുകയും വലിയ വിവാദമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഭക്തിപരമായ നിർവഹണത്തിൻ്റെ മുദ്രകൾ മാത്രമാണ് ഇതെന്നായിരുന്നു കൊന്തടയിലിന് ശേഷം സുരേഷ് ഗോപി പറഞ്ഞത്. മുൻപ് കുടുംബസമേതമാണല്ലോ പള്ളിയിൽ എത്തിയതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നെ അതൊന്നും ഓർപ്പിക്കല്ലേ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മുന്നോടിയായി കുടുംബസമേതം പള്ളിയിലെത്തി ലൂർദ് മാതാവിനൊരു സ്വർണ്ണക്കിരീടം സമർപ്പിച്ചിരുന്നു. ഇത് പിന്നീട് വലിയ വിവാദത്തിന് കാരണമായിരുന്നു. സ്വർണ്ണക്കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകിയെന്ന ആക്ഷേപം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ പ്രചരിച്ചതോടെയാണ് വിവാദമുയർന്നത്. ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ സുരേഷ് ഗോപി അന്ന് പ്രതികരിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ലൂർദ് മാതാവിന് 10 ലക്ഷം രൂപയുടെ സ്വർണം നേർച്ച നൽകുമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ഇന്നിട്ട കൊന്ത 10 ലക്ഷം രൂപയ്ക്ക് ഇല്ല, ജയിച്ചു കഴിഞ്ഞപ്പോൾ ലൂർദ് മാതാവിനെ സുരേഷ് ഗോപി പറ്റിച്ചു എന്നും പറഞ്ഞ് ഇനി ഇടവകക്കാർ ഇറങ്ങുമോ എന്നറിയില്ല. കൃപാസന പാതിരി പറഞ്ഞിട്ടാണ് അനിൽ ആന്റണി BJP-യിലേക്ക് പോയത്. ഇങ്ങനെ പറഞ്ഞത് നമ്മളാരുമല്ല, അനിലിൻ്റെ മമ്മിയാണ് പറഞ്ഞത്. BJP-യിൽ പോയാൽ വെച്ചടി കയറ്റമായിരിക്കും. മാതാവിൻ്റെ ഉടമ്പടി എടുത്തതുകൊണ്ട് ഇത്തവണ അനിൽ ഉറപ്പായും പത്തനംതിട്ട എടുത്ത് പോക്കി തലയിൽ വെക്കുമെന്നൊക്കെയായിരുന്നു മമ്മി എലിസബത്ത് പറഞ്ഞത്. കൃപാസന മാതാവിൻ്റെ മാഹാത്മ്യം എലിസബത്ത് മമ്മി വർണ്ണിച്ചത് ആരും മറന്നുപോയില്ലല്ലോ അല്ലേ? എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അവന് രാഷ്ട്രീയത്തിൽ എൻട്രി ചെയ്യുക എന്നുള്ളത്. എല്ലാവർക്കും അറിയാമല്ലോ, അമ്മമാർ എത്രയാണ് മക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് അത്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അമ്മയോട് കരഞ്ഞ് പറഞ്ഞു, എൻ്റെ മകൻ്റെ ഭാവി, അവനിപ്പോൾ 39 വയസ്സായി, അവനൊന്നും ഇത്രയും വിദ്യാഭ്യാസവും എല്ലാവരുടെയും ഒരു മകന് അവൻ്റെ ആഗ്രഹം സാധിക്കുന്നില്ല. ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞ് പറഞ്ഞു. ഞാൻ സങ്കടപ്പെട്ട് ഇവിടെ അപ്പോഴവൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അമ്മ എന്നെ PMOയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, അവരെന്നോട് BJP-യിൽ ചേരാനായിട്ടാണ് പറഞ്ഞത്. BJP-യിൽ ചേർന്നാൽ നിനക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ്, നമ്മൾ ജീവിച്ചതും ആ പാർട്ടിയിലാണ്. അങ്ങനെ BJP-യിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ. ഞാനിവിടെ വന്ന് അമ്മയോട് ആലോചന ചോദിക്കാനായിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് തുണ്ട് കൊടുത്തു. അച്ഛൻ അമ്മയുടെ കാൽക്കിൽ തുണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണ്ട, അവന് അവിടെ നല്ലൊരു ഭാവി അമ്മ കാണിച്ചു തരുന്നുണ്ട് എന്ന്. എന്നാൽ പത്തനംതിട്ടയിൽ ഒരു കൃപാസന ഉടമ്പടിയും AC-യില്ല. അനിൽ ആന്റണി ദയനീയമായി പരാജയപ്പെട്ടു, 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കൃപാസന മാതാവ് അനിലിനെ പറ്റിച്ചു എന്ന് ചിലർ പറയുമ്പോൾ അനിൽ ആന്റണി മാതാവിൻ്റെ ഉടമ്പടി എടുത്തത് പോരാഞ്ഞ് അമ്പലത്തിൽ പോയി ശയനപ്രദക്ഷിണം കൂടി നടത്തിയത് കൊണ്ടാണ് മാതാവ് കൈവിട്ട് കളഞ്ഞത് എന്നാണ് മറ്റൊരു വെർഷൻ. എന്തായാലും ഇതിനെക്കുറിച്ച് കൃപാസനം പാതിരിയുടെ ഒരു വിശദീകരണം ഉടൻ പ്രതീക്ഷിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.